ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. ഏകാദശി വ്രതം എടുക്കുന്ന ആൾക്കാർ ദശമി ദിവസം ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഗോതമ്പ് ഓട്ടടയാണ് ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന്. ഗോതമ്പ് പുട്ടോ റവ ഉപ്പുമാവോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പക്ഷെ ഞാൻ ഇന്ന് ഇതാണ് ഉണ്ടാക്കിയത്. കുറേ ദിവസം നമ്മളിവിടെ അടുപ്പിച്ച് പുട്ടും ഉപ്പുമാവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇത് ഉണ്ടാക്കാമെന്ന് കരുതി. അത് ഗോതമ്പ് ഓട്ടടയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമോയെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇഡലി കുട്ടകത്തിൽ വെച്ച് ആവി കയറ്റി ഉണ്ടാക്കുന്നതിന് നമ്മൾ വത്സൻ അല്ലെങ്കിൽ ഇലയട എന്നൊക്കെ പറയും. ഇത് നമ്മൾ ദോശക്കല്ലിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓട്ടട എന്നാണ് ഈ നാട്ടിൽ പറയുന്നത്. സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെയാണ് വീടുകളിൽ ഇതുണ്ടാക്കുന്നത്. രാവിലെ അങ്ങനെ മധുരം കഴിക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകത്തില്ല. ചേട്ടനും അത്ര ഇഷ്ടമല്ല. എന്തായാലും ഇന്ന് പറഞ്ഞു രാവിലെ എനിക്കും അത് മതിയെന്ന് പറഞ്ഞു. ഇവിടെ 2 പേരല്ലേ ഉള്ളൂ. 2 പേർക്ക് 2 രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. അത് പറഞ്ഞ് എനിക്കും അത് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഞാൻ ഇത് തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ദോശയൊക്കെ പൂരിയോ അതേപോലെ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നെ അതിന് കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഉള്ളിയോ പിന്നെ കറി മസാല അതേപോലത്തെയൊക്കെ ചേർക്കണ്ടേ. അതുകൊണ്ട് അതൊക്കെ ചേർത്താൽ പിന്നെ നമ്മൾ വ്രതം നിൽക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അന്നേരം ചേട്ടൻ പറഞ്ഞു വേണ്ട, എനിക്കിത് തന്നെ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഗോതമ്പ് ഓട്ടടയാണ് ചേട്ടനും ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് കാപ്പി ഓട്ടടയായിരുന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ അതാണ് കഴിച്ചത്. ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്കിനും ചേട്ടൻ ഉച്ചയ്ക്ക് കാണത്തില്ല, എവിടെയോ മീറ്റിങ്ങിന് പോകുകയെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മാത്രം മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു നേരം നമുക്ക് അരിയാഹാരം കഴിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ രാത്രിയിൽ ഒന്നും കഴിക്കാനും പാടില്ല. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ചിന്തയിലിരിക്കുകയാണ്. ഒരുപാട് മീനൊന്നും വെക്കണ്ടല്ലോ. മീനൊന്നും ഇന്നും നാളെയൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ എടുക്കത്തില്ല. അതുകൊണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഇന്ന് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണിത്. ഇതിൽ വേറെ ഉള്ളിയും പച്ചമുളകും ഒന്നും ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രം. പിന്നീട് ഇത് കുറച്ച് നാരങ്ങ അച്ചാറാണ്. നാരങ്ങ അച്ചാറൊക്കെ ഇട്ടത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. പക്ഷേ അതങ്ങ് കുറേ ദിവസമായി പഴകിയതുകൊണ്ട് ഞാൻ വിചാരിച്ച് പുതിയതായിട്ട് കുറച്ച് നാരങ്ങ അച്ചാർ ഇടാമെന്ന്. അങ്ങനെ നാരങ്ങ അച്ചാറും ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും പിന്നെ ചമ്മന്തി നല്ല കാന്താരി മുളകൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാന്താരി മുളകും ഉപ്പും പുളിയൊക്കെ വെച്ച് അരച്ച നല്ല ചമ്മന്തിയുണ്ട്. ഇത്രയൊക്കെ മതിയല്ലോ നമുക്ക് ചോറുണ്ണുന്നതിന്. എന്നും മീനും ഇതൊക്കെ കൂട്ടുന്നതല്ലേ. അതുകൊണ്ട് എനിക്കല്ലെങ്കിലും ഇങ്ങനത്തെ കറികളൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ അതുണ്ട്. പിന്നെ തൈര് ഇഷ്ടംപോലെ തൈര് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തൈരും കൂടെ എടുത്തിട്ടുണ്ട്. തൈര് കൂട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ തൈരും ചമ്മന്തിയും മെഴുക്ക് പുരട്ടി നാരങ്ങ അച്ചാറും കൂട്ടി ഞാൻ വിശാലമായിട്ട് ഉച്ചക്കലത്തെ ഊണ് കഴിച്ചു. ഇപ്പോൾ ഊണ് അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാതെ സെറ്റിയിൽ വന്നിരുന്നാണ് കഴിക്കുന്നത്. ഡൈനിങ് ടേബിളിലൊക്കെ ഈ മീനും അതൊക്കെ വെച്ച് കഴിച്ചിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്ന് വാർത്തയൊക്കെ കേട്ടുകൊണ്ടും അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ രാത്രിയിൽ ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അധികം വിശക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പഴമൊക്കെ കഴിക്കും. അല്ലെങ്കിൽ നമ്മളൊന്നും നോക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. നാരങ്ങയുടെ കുരുവൊക്കെ അതിനകത്ത് ഉള്ളതാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. അച്ചാർ പെട്ടെന്നിട്ടതല്ലേ, അതുകൊണ്ടാണ്. അങ്ങനെ എൻ്റെ ഉച്ചയൂണാണ് നിങ്ങൾ കാണുന്നത്. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ച് വാർത്തയൊക്കെ കേട്ടോണ്ടിരുന്ന് കഴിക്കാമെന്ന്. അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ വിശാലമായിട്ട് വേറെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കറികൾ. നമ്മൾ വ്രതം എടുക്കുമ്പോൾ എപ്പോഴും നല്ല ലളിതമായ രീതിയിൽ വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളുമായി